ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വലിയ മൊമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ആക്ച്വലി ഇന്നൊരു ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ഡേ ആയിരുന്നു അല്ലേ. ഇന്ന് നിഫ്റ്റി നോക്കിയാലും ബാങ്ക് നിഫ്റ്റി നോക്കിയാലും ഇന്നൊരു ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ദിവസമായിരുന്നു. ഇന്ന് ആക്ച്വലി ഞാൻ ട്രേഡ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാനപ്പോൾ ഇന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ ഞാൻ ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ട്രേഡ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇന്നിപ്പം ഞാൻ ലീവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു 2:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫ്രീ ആയി. അന്നേരം ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു സ്കാൽപ്പിംഗ് ട്രേഡ്. ഓക്കെ, ജസ്റ്റ് ഒരു സ്കാൽപ്പിംഗ് ട്രേഡ്. ഇത് റെക്കോർഡിങ് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഒരു, അതായത് ഈ ഒരു സ്വിങ്ങിൽ നിന്ന് എടുത്തു, ഈ സ്വിങ്ങിലോട്ട് ടാർഗറ്റായിട്ട് വെച്ചു. ഇത് ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം വലിയ മൊമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനൊരു ഹീറോ പോലെ നമുക്ക് ഒരെണ്ണം എടുത്തതേ ഉള്ളൂ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും അതുപോലെ തന്നെ നമുക്കൊരു എൻട്രി കിട്ടിയായിരുന്നു. ഓക്കെ, നിഫ്റ്റി എൻട്രി ചെയ്തതിന് ശേഷം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും ഒരു എൻട്രി കിട്ടിയായിരുന്നു, ചെറിയൊരു എൻട്രി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു എൻട്രീസ് ആക്ച്വലി ടാർഗറ്റ് ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ റിസ്ക് റിവാർഡുള്ളൊരു ട്രേഡ് ആയിരുന്നു. ഓക്കെ, SL ഇത്രയും, അതായത് 13 പോയിൻറ്റ് SL, 48 പോയിൻറ്റ് ഇത്. ഓക്കെ, ജസ്റ്റ് ഒരു 30-40 പോയിൻറ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നിന്നും കിട്ടി. നമുക്ക് ഇതാണെങ്കിൽ ഒരു ഹീറോ ആയതുകൊണ്ട് 100% നമുക്ക് കിട്ടുകയും ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് ചെറിയ ട്രേഡ്സേ ഉള്ളൂ, ഇതൊന്നും നമുക്ക് നോക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ഒരു നമുക്ക്, അതായത് നാളെ മാർക്കറ്റ് സെക്ഷൻ അവധിയാണ്. ഓക്കെ, നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും എക്സ്പയറി ഇന്നായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനിയും ഒരു പുതുതായിട്ട് ചെയ്യാം. ഓക്കെ, ഈ ലൈൻസ്, ഈ ലിക്വിഡിറ്റി ലൈൻസ് കാര്യങ്ങളൊക്കെ ഞാൻ കളഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ സീപ്പായിരിക്കുന്ന എല്ലാ ലൈൻസും എല്ലാം കളഞ്ഞേക്കാം. ഓക്കെ, ഇതപ്പോൾ നമുക്ക് ഇതെല്ലാം സീപ്പായല്ലോ. അപ്പോൾ ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, അപ്പം നിഫ്റ്റിയുടെ കളഞ്ഞ് നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ കളഞ്ഞേക്കാം. ബാങ്ക് നിഫ്റ്റി ആക്ച്വലി ഇന്ന് ബാങ്ക് നിഫ്റ്റി ആയാലും ഇന്നൊരു കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു അല്ലേ. ഓപ്ഷൻ സെല്ലേഴ്സിനായിരുന്നെങ്കിൽ നല്ലൊരു സ്ട്രാഡിലോ സ്ട്രാങ്കിലോ രാവിലെ തന്നെ ട്രേഡ് ചെയ്തിടുകയായിരുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് തന്നെ കിട്ടിയേനെ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നല്ലൊരു ട്രേഡ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമുക്ക് ഫ്രൈഡേയിലുള്ളൂ ഇനി മാർക്കറ്റ്. അപ്പം ഫ്രൈഡേയിൽ മാർക്കറ്റ് നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് നിഫ്റ്റിയുടെ കാര്യം തന്നെ നോക്കാം. നിഫ്റ്റി ആകുമ്പോഴത്തേക്കിന് നമുക്കൊരു ഒരു സൈഡ് വേസ് തന്നെയാണ്, ചെറിയൊരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ തന്നെയാണ്. ഓക്കെ, അങ്ങനെ തന്നെയാണ് നമുക്ക് മാർക്കറ്റ് മൂവ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഒരു ചാനൽ പോലെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വരച്ചു. നമുക്കിതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഉണ്ടോ, ഈ ഒരു ചാനലിൽ തന്നെയാണ് നിഫ്റ്റി മൂവ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ നോക്കി വെച്ചേക്കുക. പിന്നെന്താണ് നമുക്ക്, ഞാൻ ഈ ചാനൽ തന്നെ കളയുവാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി ഈ ചാനൽ. അപ്പം നമുക്ക് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽ ഏതൊക്കെയാണ്, അതായത് ഫ്രൈഡേയിലേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡേ ഹൈ, ഇന്നത്തെ ഡേ ലോ നമുക്ക് എന്തായാലും എടുക്കാം. ഓക്കെ, ഇന്നത്തെ ഡേ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ലോ മാർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഇന്നത്തെ ഡേ ഹൈയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു കൗണ്ടർ ട്രേഡ് പോലെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, കൗണ്ടർ ട്രേഡ് പോലെ നമുക്ക് എടുക്കാം. പിന്നെ ഏതാണ് നമുക്ക് നേരെ പോകേണ്ടത്, ഒരു 1 ഹവറിലേക്ക് പോകാം. 1 ഹവർ ചാർട്ട്, 1 ഹവർ പ്രൈസ് സെക്ഷനുകൾ നോക്കാം. ഓക്കെ, 1 ഹവർ പ്രൈസ് സെക്ഷനിലും സെയിം ഇത് തന്നെയാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല. 1 ഹവർ പ്രൈസ് സെക്ഷൻ നമുക്ക് സെയിം ആയതുകൊണ്ട് നമുക്കൊരു 30 മിനിറ്റ്സിലോട്ട് പോകാം. ഓക്കെ, 30 മിനിറ്റ്സിൽ ഞാൻ പറഞ്ഞു ഈ ഒരു ക്യാൻഡിലിൻ്റെ അകത്ത് തന്നെയാണ് ബാക്കി ക്യാൻഡിൽസ് എല്ലാം. അപ്പോൾ ഈ ഒരു ലെവലിൽ ബ്രേക്ക് ഔട്ട് നടത്തുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈഡിലോട്ട് മൊമെൻറ്റം പോസിബിൾ ആണ്. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിഫ്റ്റിയുടെ കേസിൽ. ഓക്കെ, പിന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഇത്രയും ലെവൽസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്രൈഡേയിലേക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ലെവൽസ് ഒന്നും കൂടെ പറയാം. ഫ്രൈഡേയിലേക്ക് നോക്കേണ്ടത് അപ്പ് സൈഡിൽ 24,472, പിന്നെ അതിൻ്റെ താഴെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ 24,359. പിന്നെ നമുക്ക് വരുന്നത് കൗണ്ടർ ട്രേഡ് 24,200 അല്ലെങ്കിൽ 196 ആ ഒരു ലെവൽ. പിന്നെ നമുക്ക് ഡൗൺ സൈഡിൽ വരുന്നതാണ് 24,100. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് 24,79. ഇത്രയാണ് നമുക്ക് ഫ്രൈഡേയിലേക്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെങ്ങനെ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ആ ഒരു ട്രേഡ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഇവിടുന്ന് നമുക്കൊരു ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു കൗണ്ടർ ട്രേഡ് എടുക്കാം. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ട്രേഡ് എടുക്കുന്നത് ഏതാണ്, ഇവിടെ ഈ ഒരു സൈഡിലാണ് ഗ്യാപ്പ് അപ്പ് എങ്കിൽ ഈ ഏതെങ്കിലും ലിക്വിഡിറ്റിയും കൂടെ ഞാൻ കൺസിഡർ ചെയ്യും. എന്നിട്ട് അവിടുന്ന് ഞാനൊരു പുട്ട് എൻട്രി എടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് CPO ആണെങ്കിൽ ഡേ ലോ CPO ഞാനൊരു അപ്പ് സൈഡ് എൻട്രി ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് നമുക്ക്
നിഫ്റ്റിയുടെ നമുക്ക് ഫ്രൈഡേയിലേക്കുള്ളത്. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റി വേണമെങ്കിൽ ആ ഒരു ചാനലുണ്ടല്ലോ, ഞാൻ വരച്ച ആ ഒരു ചാനൽ നമുക്ക് ക്ലിയറായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കണ്ട, ക്ലിയറായിട്ട് തന്നെ അപ്ലൈ ആവുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ചാനൽ നിങ്ങളുടെ ഓക്കെ, ഈ ഒരു ചാനൽ നിങ്ങൾ നോക്കിയൊന്ന് റെഡിയാക്കുക. ഓക്കെ, അപ്പം ഇവിടുന്ന് ഒരു ബൈയിങ് പ്രഷർ ചിലപ്പോൾ നമുക്ക് പോസിബിളാണ്. ഓക്കെ, എന്നും പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ല. ഞാൻ പറയില്ല, ഈ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ ലിക്വിഡിറ്റി ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം അതായത് നമ്മുടെ ഈ ഒരു നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ കമൻറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ എൻ്റെ ബയോയിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നമുക്ക് വരുമ്പോഴത്തേക്കിന് ഒരു പ്രീവിയസ് ഡേ ലോ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഈക്വൽ ലോ വന്നിട്ടുണ്ട്. പിന്നെ ഏതാണ് നമുക്ക് വന്നേക്കുന്നത്? ഓക്കെ, ഈ ഒരു ഹൈയും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ നമുക്ക് വന്നേക്കുന്നത് ഇന്നത്തെ ഹൈയും കൂടെ കൺസിഡർ ചെയ്യാം. പിന്നെ നമുക്കൊരു 1 hour ചാർട്ടിലോട്ട് പോകാം. ഓക്കെ, 1 hour ചാർട്ട്. അപ്പം സെയിം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എല്ലാം സെയിം ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിഫ്റ്റി ആണെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ അപ്പ് സൈഡ് ഈ ഒരു ലെവലിൽ തന്നെയാണ് ഇന്ന് കൺസോൾട്ടേഷൻ. അതായത് ഇന്ന് ഓപ്ഷൻ സെല്ലേഴ്സിന് നല്ലൊരു ദിവസമായിരുന്നു. ആക്ച്വലി നല്ലൊരു ദിവസമായിരുന്നു. ഓക്കെ, ഇന്ന് ഓപ്പണിങ്ങും ക്ലോസിങ്ങും വെച്ചുകൊണ്ട് നല്ല രീതിക്ക് സെല് ചെയ്തായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ട്രാൻഡിൽ അടിക്കുന്നവർക്ക് നല്ല രീതിക്ക് പ്രോഫിറ്റ്. ഓക്കെ, ഞാനപ്പം കമ്മിങ് ഡേയ്സിൽ ഞാൻ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെയും വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്നതിൻ്റെയും കൂടെ വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇന്ത്യ വിഷയം കുറവല്ലായിരുന്നു. ഞാനപ്പോൾ ആ 20 റേഞ്ചിൽ വന്ന സമയത്ത് ചെയ്യണമെന്ന് ഓർത്താണ്. പിന്നെ ഞാൻ ബൈയിങ്ങിലോട്ട് നല്ല ട്രേഡ്സ് കിട്ടിയതുകൊണ്ട് പിന്നെ ബൈയിങ് എടുത്തു. ഓക്കെ, അങ്ങനെ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്താണ് നമുക്ക് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെയും അനാലിസിസിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ പറയത്തക്കായിട്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇനിയും ഒരു 15 മിനിറ്റ്സ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ 15 മിനിറ്റ്സിലും ഇതേ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ലെവൽസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ലെവലൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു ലെവലിലൊക്കെ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഇമ്പോർട്ടൻ്റ് ലെവൽസ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് വ്യൂസ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം. ഓക്കെ, താങ്ക് യു ഓൾ.